ദേ വന്നു. വന്നേ ഞാൻ കണ്ടു. അപ്പൊ തന്നെ വന്നു. അല്ലടി ദിവസം നീ ഹരിത്രപ്പള്ളി പെരുന്നാളിനൊക്കെ പോയില്ലായിരുന്നോ? ഞാൻ പോയിട്ടൊക്കെ ഉണ്ടായിരുന്നോ? നീ ഒരു വിശേഷം എന്നോട് പറഞ്ഞില്ല. ഞാൻ പിള്ളേരെ പേർക്കൊക്കെ ഒരു കുർബാനയൊക്കെ ചൊല്ലിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ടാ പോന്നെ. അതായത് കെട്ടിയന്റെ ഇറങ്ങി ചെല്ലിച്ചായിരിക്കും അല്ലേ? കെട്ടിയന്റെ പേർക്കൊന്നും ചൊല്ലിച്ചില്ല. ഞാൻ എന്താ ചെയ്തെങ്കിലേ ഇതൊക്കെ കഴിഞ്ഞ് വന്നപ്പോ എനിക്ക് ഭയങ്കര വിശപ്പ്. അപ്പൊ എന്ത് ചെയ്തു, ചിക്കൻ ബിരിയാണി മേടിച്ച് തിന്നു. അങ്ങനെ പേർക്കത് എഴുതിപ്പിച്ചു. അങ്ങനെ പേർക്ക് കാശ് എഴുതിപ്പിച്ചു. എഴുതിപ്പിച്ചു. എടി സൂസമ്മ, നീ സത്യസന്ധമായിട്ട് പറയണം, നിനക്ക് സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുണ്ടോ? എല്ലാവരും സ്വർഗത്തിൽ പോകാൻ ഞാൻ ആഗ്രഹിക്കുക. അതെ, എന്നാലും നിനക്ക് സ്വർഗത്തിൽ പോകാൻ ശരിക്കും ആഗ്രഹമുണ്ടോ? പോണോ? സ്വർഗത്തിൽ പോകണം. അയ്യോ, പോവാൻ പറ്റില്ല. കെട്ടിയോന് 6:30 ഷുഗറിന്റെ ഇഞ്ചക്ഷൻ എടുക്കണം. എടി നിന്നോട് ഞാൻ ഇംഗ്ലീഷിൽ ഒരു സെന്റൻസ് പറയാൻ പോവാ, നീ അതിന്റെ അർത്ഥം പറയണം. ഐ ആം ഗോയിങ്. ഞാൻ പോവാ. ഐ ആം ഗോയിങ്. അർത്ഥം പറ. ഞാൻ പോവാ. അങ്ങനെ പോയാൽ ശരിയാവില്ല. ഐ ആം ഗോയിങ് എന്നതിന്റെ അർത്ഥം പറഞ്ഞിട്ട് പോകാൻ പറ്റൂ. ഞാൻ പോവാ. എടി പറ്റില്ലെന്നല്ലേ പറയുന്നത്. ഐ ആം ഗോയിങ്ങിന്റെ അർത്ഥം നിനക്കിതൊന്നും അറിയാം. ഞാൻ കാര്യം പറയട്ടെ. ഐ ആം ഗോയിങ് എന്ന് പറഞ്ഞാൽ ഞാൻ പോവാ എന്നാണ് അതിന്റെ അർത്ഥം. നിനക്ക് അറിയില്ലേ? എനിക്കറിയായിരുന്നു, നിനക്കറിയാമെന്ന് പരീക്ഷിക്കായിരുന്നു. ഇപ്പൊ നീ അങ്ങനെ പറയുള്ളൂ. എടി നമ്മുടെ സ്കൂളിലൊക്കെ പഠിച്ച വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ ഒരു കവിതയില്ലേ, മാമ്പഴം, അതിലെ ഒരു സെന്റൻസ് ഞാൻ പറയാം. ഒരു സെന്റൻസ് അല്ല, ഇല്ല, വരി എന്നല്ലേ, അങ്കണ തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴ് അമ്മതൻ നേത്രത്തിൽ നിന്നുതുന്നു ചുടു കണ്ണീർ. അപ്പോ നിന്നോട് ചോദ്യം ചോദിക്കാൻ, അമ്മതൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടു കണ്ണീർ. കേട്ടല്ലോ അല്ലേ? എന്താണ് കാരണം ചുടു കണ്ണീർ? അതിപ്പോ ആ തള്ളേരെ തലയിലാവുക മാങ്ങ വീണത്. അതമാ ചുടു കണ്ണീര് വന്നത്. ഞാൻ പറയാം. എടി സൂസമ്മേ, നിനക്ക് കേൾക്കണം, ഇന്നലെ വീട്ടിലുണ്ടായൊരു സംഭവമാണ്. ഞാൻ ചെറുക്കൻ ഭയങ്കര കരച്ചില്. ഞാൻ ചോദിച്ചു എന്നാടാ പിന്നെ കരയുന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവനൊന്നും ഭയങ്കര പിന്നെ അന്നേരം അവൻ അപ്പൻ്റെ അടുത്തോട്ട് ചെന്നപ്പോൾ അപ്പൻ ചോദിച്ചു, പിന്നെ ആര് ചോദിച്ചോണ്ട് ചോദിച്ചു എന്നാ പറ്റി മോനെ ചോദിച്ചു. എന്നിട്ടും പറയുകയാണ്. അന്നേരം പിന്നെ അപ്പനൊരു ചോദിക്കും, എടാ നമ്മളൊക്കെ ഫ്രണ്ട്സ് അല്ലേ, ഫ്രണ്ട്സ്, നീ അച്ഛനോട് എന്തുവാണ് തുറന്നു പറയാൻ പറ്റും. അന്നേരം ചെറുക്കൻ എന്നെ പറഞ്ഞാൽ നിനക്കറിയാവോ? ചെറുക്കൻ പറഞ്ഞ ഏട്ടാ നീ ചോദിച്ചു. എടി അഴിയ കുറച്ച് ഹോർലിക്സ് ചോദിച്ചതിന് നിന്റെ വൈഫ് എന്നെ തല്ലിയടാ. ഓൻ അപ്പനോട് പറഞ്ഞു. തപ്പിടില്ല, അതൊരു കാര്യം. ഞാനും പറയുന്നത്.